ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ കോമൺ ആയിട്ടുള്ള സ്കിൻ കെയർ മിസ്റ്റേക്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രീതി റെഡി അല്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അത് മാത്രമല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്ന് നശിക്കണ രീതിയിലുള്ള ആ ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോണേക്കാട്ടി മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പൊ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഫേസ് വാഷിന്റെ കാര്യമാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോഴും ഫേസിൽ സോപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട്. അതായത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോ തന്നെ സ്റ്റോപ്പ് ചെയ്തോ. അത് നിങ്ങൾക്ക് നല്ലതല്ല. കാരണം നമ്മൾ സോപ്പ് യൂസ് ചെയ്യണം നമ്മൾ അണ്ടർ ആംസിലും നമ്മളെ പ്രൈവറ്റ് ഏരിയാസിലും എല്ലായിടത്തും കുളിക്കുമ്പോൾ യൂസ് ചെയ്യണതാണ്. അത് നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാതിരിക്കുക. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഫേസ് വാഷ് കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഫേസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള ഒരു ഫേസ് വാഷ് കണ്ടുപിടിക്കുക. പിന്നെ ചില ആളുകൾക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3-4 വട്ടമൊക്കെ ഡെയിലി ഇങ്ങനെ ഫേസ് വാഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡെയിലി ഒരു 2 വട്ടം, ഒരു 2 ടൈംസ് എങ്കിലും മാത്രമേ നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ. വെറുതെ ഏത് നേരം ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യേണ്ട കാര്യം ഇല്ല. അങ്ങനെ ഓവറായിട്ട് നമ്മൾ ഫേസ് വാഷ് ഇട്ടിട്ട് ഏത് നേരം ഇങ്ങനെ ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫേസിൽ ഉണ്ടാവുന്ന നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഓയിലും മോയ്സ്ചറും ഒക്കെ പോയിട്ട് സ്കിന്ന് നല്ലോണം ഡ്രൈ ആവാനായിട്ടും പാച്ചീസ് ഉണ്ടാവാനൊക്കെ ആയിട്ടും അതുവഴി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് നിങ്ങൾ ഫേസ് 2 വട്ടം വാഷ് ചെയ്യുക ഡെയിലി. അതായത് നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വേണം, ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങളെ ഫേസ് വാഷ് ചെയ്യാനായിട്ട്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാനായിക്കോട്ടെ, മറ്റുള്ള യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഹോം റെമഡീസ് നമുക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹോം റെമഡീസ് നമുക്ക് കാണിച്ചു തരുമ്പോൾ അതിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ നാരങ്ങ ഇത് രണ്ടും യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് പാക്കുകൾ ഉണ്ടാവും ഇല്ലേ? ഇപ്പോൾ നിങ്ങൾ ലെമൺ യൂസ് ചെയ്യുകയാണെങ്കിൽ, നാരങ്ങ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഫേസിൽ അത് ഡയറക്റ്റ് ആയിട്ട്, അതായത് ലെമൺ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഫേസിലേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. വേറെ എന്തിൻ്റെയെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, പക്ഷെ ഒരിക്കലും ഡയറക്റ്റ് അത് മാത്രമായിട്ട് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യരുത്. ഈ ലെമൺ പോലെ തന്നെയാണ് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുള്ള ഒരുപാട് പാക്ക് ഞാൻ ഉൾപ്പെടെ ഒരുപാട് യൂട്യൂബേഴ്സ് ബ്യൂട്ടി വ്ളോഗേഴ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്യരുത്. ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഫേസിൽ ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, നമ്മുടെ കയ്യിൽ ടാൻ പോവാൻ അല്ലെങ്കിൽ കാലിൽ ടാൻ പോവാനൊക്കെ വേറെ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടുള്ള പാക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഓക്കെ, ഫൈൻ. പക്ഷേങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഒരിക്കലും ബേക്കിംഗ് സോഡ യൂസ് ചെയ്യരുത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ SPF ആണ്. അതായത് സൺസ്ക്രീൻ അത്രയും മസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മസ്റ്റ് ആണ്. സ്കിന്ന് ശ്രദ്ധിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള സ്കിൻ ഇഷ്യൂസ്, സ്കിൻ ബേൺസ്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് SPF സൺസ്ക്രീൻ നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. എനിക്കും ഈ സൺസ്ക്രീനെ പറ്റിയിട്ട് വലിയൊരു ധാരണ ഉണ്ടായില്ല. ഞാൻ ഈ ഒരു ലാസ്റ്റ് ഒരു 1.5 കൊല്ലം 2 കൊല്ലമായിട്ടാണ് ഞാനും ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീന് ഭയങ്കര വിലയില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോവില്ലേ, മേടിക്കണ്ടേ, പൈസ ചിലവല്ലേന്ന്. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സൺസ്ക്രീനിലാണ്. അത് ഒഴിച്ചുകൂടാൻ പാടില്ല. ഓക്കെ, അതും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ പെട്ടെന്ന് അറിയില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങളുടെ സ്കിന്നിൽ. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ്, ആദ്യം മേക്കപ്പ് ചെയ്യണോ സ്കിൻ കെയർ ചെയ്യണോ അല്ലേ? അതായത് ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറും സിറമൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണോ മേക്കപ്പ് ഇടാൻ, അതോ മേക്കപ്പ് ഇട്ടതിന് ശേഷം സൺസ്ക്രീനൊക്കെ ഇട്ടാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ ആദ്യം സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കിൻ കെയറിൽ ടോണർ അടിക്കും, അതുപോലെ തന്നെ സിറംസ് യൂസ് ചെയ്യുന്നവർ സിറംസ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെയാണല്ലോ പോവാ. അപ്പോൾ ഇത്
കറക്റ്റായിട്ട് അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ചല്ല നിങ്ങൾക്ക് തോന്നിയതുപോലെ ആദ്യം നിങ്ങൾ സൺസ്ക്രീൻ വാരിയിടും, പിന്നെ അതിൻ്റെ മേലെ മോയ്സ്ചറൈസർ ഇടും, അതിൻ്റെ മേലെ സിറം ഇടും. അങ്ങനെയല്ല, കറക്റ്റായിട്ട് അതിനൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് വേണം നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെയല്ല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതും ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടും അവരുടെ സ്കിന്നിലുള്ള പ്രോബ്ലംസ് കുറയുന്നില്ല, അല്ലെങ്കിൽ ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. അതിന് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഉണ്ടല്ലോ, നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ചെയ്യുന്ന പ്രൊഡക്ട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നമ്മളതിപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഓയിലി സ്കിന്നിന്റെ പ്രൊഡക്ട്സ് അല്ല, നമ്മൾ ഡ്രൈ സ്കിന്നിന്റെ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വർക്കാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനുള്ള പ്രൊഡക്ട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിൽ യാതൊരു തരത്തിലും മാറ്റം വരാൻ പോകുന്നില്ല. കാരണം നമ്മുടെ എൻ്റെ സ്കിന്ന് ഇപ്പോൾ ഓയിലി സ്കിന്നാണ്. എൻ്റെ സ്കിന്നിൽ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്താ പറയുക, ഓയിലി സ്കിന്നുകാർക്കുള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം ഞാൻ പോയിട്ട് ഡ്രൈ സ്കിന്നുകാർക്കുള്ള പ്രൊഡക്ട്സ് ആണ് മേടിച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല, യാതൊരു റിസൾട്ടും കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണോ, നമ്മുടെ സ്കിൻ കൺസേൺസ് എന്താണോ അതിനുള്ള സാധനങ്ങൾ വേണം നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് പറയുന്നത് ഞാനും ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനല്ല, മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇല്ല കേട്ടാ, ഇപ്പം ഞാൻ ചെയ്യാറില്ല അങ്ങനെ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി മേക്കപ്പ് ഒക്കെ ഇട്ട് പോയിട്ട് നമ്മൾ വീട്ടിലോട്ട് നൈറ്റ് ഒക്കെ ആകുമ്പോൾ വരുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. എവിടെയെങ്കിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്യില്ല. ഞാൻ അങ്ങനെ തന്നെ കിടന്നുറക്കും. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്യാനേ പാടില്ല. കാരണം നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടുകൾ നല്ലോണം പിഗ്മെന്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ മസ്കാര ഒക്കെ അപ്ലൈ ചെയ്യും, ഐലൈനർ ഒക്കെ അപ്ലൈ ചെയ്തിട്ടല്ലേ കിടന്നുറങ്ങുക. അതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണ്. കാരണം നമ്മുടെ ഐലാഷസ് കൊഴിഞ്ഞു പോകാനായിട്ട്, ഹൈബ്രോസ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈബ്രോസ് കൊഴിഞ്ഞു പോകാനായിട്ടും ഐലാഷസ് കൊഴിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് കിടന്നുറങ്ങാതിരിക്കുക. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക. നമ്മുടെ ഫേസിലുള്ള എല്ലാ മേക്കപ്പും റിമൂവ് ആക്കി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ കിടന്നുറങ്ങുക. അതല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പല തരത്തിലുള്ള ഇഷ്യൂസ് സ്കിന്നിൽ വരും. പിമ്പിൾസ് ആയിക്കോട്ടെ, ഡാർക്ക് സ്പോട്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ സ്കിന്നിലെ മേക്കപ്പ് എല്ലാം റിമൂവ് ആക്കിയിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് പകുതി നിങ്ങൾക്ക് മാറ്റിയെടുക്കാനല്ല കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. കാരണം ഈ അബദ്ധങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അതില്ലാണ്ടായപ്പോഴാണ് എൻ്റെ സ്കിന്നിൽ എത്രത്തോളം മാറ്റം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന സ്കിൻ കെയർ മിസ്റ്റേക്സിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.